ഹായ് ഡിയേഴ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ വീക്കെൻഡ് ആയപ്പോൾ ഒന്ന് കൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ പോയി. ദോഹയിൽ കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ പോയ വിശേഷമാണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ. ഹായ് ഗൈസ്, വീട്ടിൽ നിന്ന് നേരത്തെ പുറപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ട്രാഫിക്കായിരുന്നു. ഞങ്ങളിങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് ഒരു പാർക്കിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് പാർക്കിൻ്റെ സ്പേസിലാണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നടക്കുകയാണ്. കാണിച്ചു തരാം. ഇങ്ങനെ നടന്ന് അങ്ങോട്ട് എത്താമെന്ന് വിചാരിച്ചു. കാരണം ഫുള്ള് ട്രാഫിക്കാണ്. ഇതാണ് നമ്മുടെ ഖത്തർ. ഇതാണ് കോർണിഷ് സൈഡിലെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല വ്യൂ ആണ്. ബിൽഡിങ്സൊക്കെ ഞാൻ നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഷേക്കാവും, പക്ഷേ ബിൽഡിങ്സിൻ്റെ ഒക്കെ കാണാൻ അത്ര ഭംഗിയില്ല. നല്ല ഭംഗിയാണ് കാണാനായിട്ട് നേരിട്ട്. നിന്നെടുത്ത് കാണിച്ചു തരാം. കുറച്ച് കാണാൻ പറ്റും തോന്നുന്നു. ഈ സൈഡ് കടലും ഈ സൈഡ് നമ്മുടെ റോഡുമാണ്. നമ്മുടെ കോർണിഷ്. ഹലോ, നമ്മൾ കൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ പോവുകയാണ്. കാനഡയെക്കാട്ടിലും കൂടുതൽ തണുപ്പാണ് ഇവിടെ. ഒട്ടും സഹിക്കാൻ വയ്യ. കാനഡ ആദ്യമായിട്ടാണ് കൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം വന്നിട്ട് കാണാൻ പോകാൻ പറ്റിയില്ല. ഇത്തവണ അതുകൊണ്ട് നല്ല ട്രാഫിക്കാണ്. അതുകൊണ്ട് കാറ് നമ്മൾ ദൂരെ പാർക്ക് ചെയ്തിട്ട് BMW അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാപ്പച്ചിനോ കുടിക്കാറുണ്ട്. കാനഡയായിരുന്നേ. അപ്പോൾ തള്ളൊക്കെ കേട്ട് നിങ്ങൾക്ക് മതിയായി. അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ഭയങ്കര ട്രാഫിക്കാണ്. ട്രാഫിക് എന്ന് പറഞ്ഞാൽ പോലീസൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര ട്രാഫിക്കാണ്. ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. നല്ല സൂപ്പർ വ്യൂ ആണ്. ഇങ്ങനെ ഇവിടെ ഇടയ്ക്ക് കപ്പലൊക്കെ വരും. കപ്പൽ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യും 2-3 ദിവസം. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, കാണുന്നില്ല. ഇതാണ് നമ്മുടെ ദോഹ ഓൾഡ് പോർട്ട്. ഇവിടെയാണ് കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്. അങ്ങറ്റത്താണ്. പക്ഷേ ഇതിപ്പം ഇങ്ങനെ അടുക്കി നമ്മുടെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്നത് ആ ബോക്സ് പാർക്കിലെത്തി. ഇതാണ് ബോക്സ് പാർക്ക്. ശരിക്കും കാണിച്ചു തരാനായിട്ട് ഇത് പകല് വരണം. എല്ലാം ബോക്സ് ആയിട്ടുള്ള ബിൽഡിങ്ങാണ്. ഇതാണ് ബോക്സ് പാർക്ക് എന്ന് പറയുന്നത് എന്ന് തോന്നുന്നു. ഇതുണ്ട് അടുക്കി നമ്മുടെ ബോട്ടുകൾ, പെഡൽ ബോട്ടാന്ന് തോന്നുന്നു കേട്ടോ, ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയ ഷിപ്പുണ്ട്. ഷിപ്പല്ല, ബോട്ട്, സോറി. ഫുള്ള് തിരക്കാണ്. എല്ലാവരും കൈറ്റ് ഫെസ്റ്റിവലിന് പോകുന്നതാണ്. എങ്ങും പോലീസിൻ്റെ വിസിലടി. നമ്മുടെ നടപ്പിൻ്റെ ജേണി ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ട് അത്രയും ദൂരത്താണ് നമ്മളിട്ടത്. ഞാനാണ് ഈ ആകെ ടയേർഡായി. അയ്യോ, കുറേ നാൾ കൂടി നടക്കുന്നതിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മീന ഡിസ്ട്രിക്ട്, മീന പോർട്ട്. അവിടെ എത്തി. ബോക്സ് പാർക്കിൽ നിന്ന് അവിടെ വരെ എത്തി. രണ്ടും കൂടെ വെച്ച് പിടിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ബാക്കിലാണ്. അമ്മ ഇതെടുക്കാൻ വേണ്ടിയാണോ ഇവിടം വരെ വന്നേ? ഈ കടല് അതല്ല, കയറ്റ് കണ്ടില്ലേ? ഇതാണ് കയറ്റ്. നമ്മൾ ദൂരെ നിന്ന് കാണും. അടുത്ത് നിന്ന് കാണാനായിട്ട് ഇനി അത്രയും ദൂരം നടക്കണം. എൻ്റെ ദൈവമേ.
ഇങ്ങനെ ആണെങ്കിൽ ഇവിടെ എങ്ങാനും കാർ ഇത്രയും ദൂരം പാർക്ക് ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. എടാ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ മേല, വീട്ടിൽ പാർക്ക് ചെയ്യാൻ മേലായിരുന്നോ കാറ്? വീട്ടിൽ പാർക്ക് ചെയ്തിട്ട് നടന്നു വരായിരുന്നല്ലോ വീട്ടിൽ നിന്ന്. ആലോചിക്കോ? ആർ യു ടയേർഡ്? തൊപ്പി ശരിക്കും വെച്ചേ. ഞാൻ ടയേർഡല്ല, കാലാ ടയേർഡ്. ഓഹോ, അത് തന്നെയാ ചോദിച്ചത്. നീ ടയേർഡായാലല്ലേ നിന്റെ കാല് ടയേർഡാവുള്ളൂ. അപ്പോൾ ദാ ഗൈസ്, ഇത് കണ്ടോ, ഇത് ഫുള്ള് കൈറ്റാണല്ലോ. അടുത്ത് ചെന്നിട്ട് കാണിക്കാവേ. അയ്യോ, ബ്ലറായാലോ. ഫുൾ കൈറ്റ്സാണ്. ഇതുണ്ടോ ഗൈസ്, എനിക്ക് തണുപ്പടിക്കാൻ വയ്യ. ഞാൻ ഫുള്ള് മൂടി തുറച്ചിട്ടുണ്ട്. വല്ലാത്തൊരവസ്ഥകളിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ കൈറ്റ് ഫെസ്റ്റിവലിൻ്റെ അടുത്തെത്തി അങ്ങനെ അറ്റ് ലാസ്റ്റ്. അപ്പോൾ അത് ഫുൾ ആകാശത്ത് ഫുള്ള് നോക്കിയാൽ ഫുൾ കൈറ്റ്സാണ് കണ്ട. ഫുൾ കൈറ്റ്സ്, ഇതെല്ലാം കൈറ്റ്സാണ്. കൈറ്റ് സ്വയം വലിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ ഈ ആകാശത്ത് കാണുന്നതെല്ലാം അവരുടേതായ കൈറ്റ്സാണ്. കൈറ്റ് ഫെസ്റ്റിവലിൻ്റെ കൈറ്റ്സ്.